സ്റ്റേബിൾ ആക്കണം, കുറച്ചുകൂടെ പേസ് ഉണ്ടാക്കണം. നമ്മുടെ മൈൻഡാണ്. നമ്മുടെ ഏജും അതല്ലേ ബ്രോ, നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ കളിക്കും. അതുമല്ല എനിക്കൊരു കുട്ടിന്റെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഷി എന്റെ കുട്ടിയാണ്, ഞാൻ പറയുന്നുണ്ട് ഉമ്മാട് കളിക്കല്ലേ, ഉമ്മാന്റെ കളിക്കൽ അങ്ങനെ ചെയ്യാം. ശരിയാ, കുട്ടി അതുള്ള കുട്ടിയാ, എപ്പ വേണമെങ്കിലും ചാടാം. നമുക്ക് എല്ലാവരും ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണം. അല്ല ഉമ്മ എന്നിട്ട് മിൽമ പാക്കറ്റ് വാങ്ങി വെക്കല ഇവിടെ, എങ്ങനെയാ പാല് കൊടുക്കല്? കൊട്ടത്തേങ്ങിന്ന് ഇപ്പൊ പാല് കിട്ടൂലല്ലോ. ജാസി മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു ഇവര് തെറ്റിയ സമയത്ത്. എന്തായിരുന്നു വീഡിയോ അറിയോ? ആഷിനി ഒരു പെണ്ണിനി റൂമിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു എന്ന്. അപ്പൊ ഈ ചെങ്ങായിക്ക് പെണ്ണുങ്ങളെ പിന്നാലെ പോകാൻ താല്പര്യമുണ്ട്. പിന്നെ ഇവൻ എന്തിനാ ഇതിനെ പിടിച്ചു വെച്ചിക്കണു? എനിക്ക് തോന്നുന്നു ഇവൻ ലോക്കായതാ, എങ്ങനെയും ലോക്കായതാ. ഇതിന്റെ ചുരുള അഴിയാത്തൊരു സത്യമുണ്ട്. ഓ ഈ തേനീച്ച കൂടിന്റെ താടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇവന്റെ പിന്നാലെ നടക്കുക. ഒന്നിനാത്ര പോകുന്നൊരു ചെങ്ങായി. ഇവരെ കളിയാക്കുന്നു പറയണില്ലേ? ഒന്ന് നോക്കിയേ, ഓൻ ജിം എടുക്കുന്നേത്. എന്ത് ഭംഗിയായിട്ടാണ് ഓൻ ആ ജിമ്മൊക്കെ എടുക്കണത് നോക്കാം. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ഓ ഇതങ്ങോട്ട് ആയോട് കൂടെ ഈ ആപ്പ് ഓട്ടോറിക്ഷയുടെ ടയർ കണ്ടുപോകണം. അതേമാതിരി കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ അന്ന് കഴിഞ്ഞാൽ അവന്റെ കാര്യം. അല്ല ജിമ്മിന് കണ്ടിന്യൂ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 4 മാസത്തിലെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ പട്ടരുന്നാണ് പോകുകയും ചെയ്തു, പാണരക്കോട്ട് എത്തിയതും ഇല്ലാർന്നമാരില്ല അവസ്ഥ. എന്ത് കണ്ടിട്ടാ ചെങ്ങായി ജിമ്മന്റെ പിന്നാലെ നടക്കും? ഈ തേനീച്ച കൂടിന്റെ താടിയാണ് കേട്ടോ. നമസ്കാരം. ജാസി ആണെന്ന് തന്നെ ഞാനും പറയുന്നത്. പക്ഷെ വേറെ ഏതൊക്കെ തെണ്ടികളാ പറയുന്നത് പെണ്ണാണ്. എന്നെ പറഞ്ഞത് സാരിയോ പാകിസ്ഥാനി ജുബട്ടമാരില്ല ചുരിദാറോ അല്ല പ്രശ്നം. ആനക്കൊന്ന് മൂത്രം വയ്ക്കണം. ഇനി എന്ത് ചെയ്യാം? ഇതെങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. എക്സാമിന് ചെയ്യാനോ ബ്ലൂടൂത്ത് ചെയ്യാനൊന്നും ഒന്നിച്ച് വിളിച്ച് ഒഴിച്ച് തന്നെ വേണ്ടേ? ഇവനവന്റെ ഏട്ടന്മാര് പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കാണ്. അത് കാരണം ഇവനിക്ക് ഗൾഫിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല ആഷിക്ക്. അത് കാരണം ഈ കാക്കി ഇവിടെ കൂടി ജാസി. കാരണം എന്താ, ഇവല്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നാമത് ദുബായിൽ നിന്ന് ശേഷം സാധനങ്ങളൊക്കെ കിടത്തുന്നുണ്ട്. അത് ന്യൂസിൽ ഞാൻ കണ്ടു. ഈ പാകിസ്ഥാനികളെ ജുബിട്ട് കിടക്കണ മാതിരി ഇവരും കൂടി ചുരിദാറിട്ടിട്ടേ സംഗതി ആയിരിക്കണ്ട. അതൊക്കെ ദുബായിക്കും കുറെ മനസ്സിലായിരിക്കണം. ഇഞ്ചി പേരും ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മിക്കല്ലിട്ട് വീട്ടിയരച്ചോളു 5-6 കൊമാങ്ങ അണ്ടി കളഞ്ഞിട്ട് കുത്തനത്താഴോട്ട് കൊത്തിയരിഞ്ഞോളു ഒരു കെട്ട് പപ്പടം ഒന്നായി പൊരിച്ചിട്ട് ഒറ്റ ചവിട്ടി. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി വേണം. റസൂല് ശപിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും ഒരിക്കലും ഒരാൾ ശപിച്ചിട്ടില്ല. ആശയില്ലാണ്ട് എനിക്ക് രാത്രി പുറത്ത് പോകുന്നത് ചിന്തിക്കാൻ. എന്തൊക്കെയാ ചങ്ങായി പറയുന്നു? ആശയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല. ഞങ്ങൾ ആണുങ്ങളും മുഴുവൻ ആശയം കൊണ്ടാണല്ലോ റോട്ട് കൂടെ കിടക്കല് പേടിച്ചിട്ട് അല്ലേ? ഈ ഒരു കാര്യം ചെയ്താൽ മതി. അങ്ങനെ ആരെങ്കിലും കഴപ്പ് മൂത്ത് വരികയാണെങ്കിൽ ആ തുണിയൊന്നാണ് പൊന്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഓല ആ ജില്ലീന്ന് തന്നെയാണ് പോയിക്കോളൂ. ഇത് പണ്ഡിതന്മാരല്ല, അത് കുണ്ഡിതന്മാരാ. എന്ത് വേഷം കെട്ടാ പൊന്നാര ചെങ്ങായി കാട്ടിക്കും. എന്താ പന്റെ കോലം? ഈ രാജസ്ഥാനിൽ നിന്ന് ലോഡും കൊണ്ട് വരുന്ന വണ്ടിയുടെ മാറ്റി അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ തുണിയൊന്നും പൊന്തിച്ച് കാണിച്ചു കൊടുത്തളാ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ ഒരുവിധപ്പെട്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം വൈറലായ വീഡിയോ ആണ് ജാസിന്റെ. ഞാൻ അതിനെ പറഞ്ഞ് ചളിപ്പിക്കാൻ വന്നതല്ല. അതിന് മുമ്പേ ഒരു കഥ പറഞ്ഞുതരാം. ഒരു അമ്മായിമ്മി ഒരു മരിയോളുമ്പാടെ ഡോക്ടറെ കാണാൻ പോയി. മരിയോള് പ്രഗ്നന്റാ. ഡോക്ടറെ അടുത്ത് എന്ന് ചോദിച്ചു. ഡോക്ടർ ഒക്കെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇതിപ്പോൾ ഏതാ മാസം എന്ന് ചോദിച്ചു. അപ്പം അമ്മായിമ്മ പറഞ്ഞു, ഇത് മാർച്ചല്ലേ. അതല്ല, മരിയോൾക്ക് ഏതാ മാസം എന്ന്.
വീണ്ടും തള്ള പറഞ്ഞു ഞമ്മക്ക് മാർച്ചാണെങ്കിൽ ഡോക്ടറെ ഓൾക്കും മാർച്ചല്ലേ. അപ്പോ അതുപോലത്തെ മറുപടിയാണ് ഇപ്പൊ. അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയാം, തമാശയല്ല, തമാശയും കളിയൊക്കെ വിട്. ഇത് വലിയൊരു ലഹരിയാണ്. ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ സപ്പോർട്ട് ചെയ്തവരെന്നെ കരയേണ്ടി വരും. നമ്മൾ മുമ്പൊക്കെ ബോംബെയിലും ഡൽഹിയിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കുറിച്ചിട്ടുള്ള കഥകളെ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോ വീട്ടിലും ഓരോരുത്തരായി മാറിയിട്ടുണ്ട്. ചെറിയ ചെക്കന്മാര് തൊട്ടിട്ട് പല ആളുകളും ഈ വേഷം കെട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ ബഹുമാനം നിലനിർത്തിയിട്ടാണ് ഞങ്ങളോട് പറയണേ. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സമൂഹം അത്രയും മോശം വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. MDMO കഞ്ചാവോ അല്ല ലഹരി. ഇപ്പൊ ഇതാണ് പല ചെറുപ്പക്കാരുടെയും ലഹരി. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കൊണ്ടു. ഈ വേഷം കെട്ട് ആണും അല്ല പെണ്ണും അല്ലാതെ. ഈ എയ്ഡ്സ് രോഗികൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയുന്നോ? അവർക്ക് പരത്താനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതെ, അവർക്ക് സൈലന്റ് ആയി അവർ മറ്റുള്ളവർക്ക് കൊടുക്കും. അതെന്തിനറിയോ? എന്നാലേ സമൂഹത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും. അങ്ങനെ കാരണം പല പകൽമാന്യന്മാരും ഇതിന്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കാം, ഓരോരുത്തർക്ക് തൂറി വെച്ചിട്ടാ ഇവരെ ന്യായീകരിക്കാൻ. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഇവർക്ക് പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇവരെ കൂട്ടുപിടിക്കുക. ഈ മൊയന്താളാണെങ്കിൽ അതറിയാതെ ഒരു ചുരിദാറും വെച്ച് കയറ്റി 2 ഇഡ്ഡലിയും വെച്ചിട്ട് ഇങ്ങനെ നടക്കും. എന്താ കണ്ടോ ഒരു കിളവോ കത്തി തീർന്ന കമ്പിത്തിരി മറ്റേ ചൂടിന്റെ കാരണമായിടോ. തൻസീറെ, എന്നോടൊന്നും തോന്നരുത്. ആൽബം കണ്ടു, ആൽബം ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇവനെ കുറിച്ച് 2 വാക്ക് പറയാൻ വന്നതാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞ ഞാനോട് പോയിക്കോളാം. ബെസ്റ്റ് ക്യാമറാമാൻ ഓനതാ ക്യാമറയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോന്നു. ചെങ്ങായി അതൊരു കാക്കയാണ്. ഒക്കെ കണക്കാണല്ലോ പഠിച്ചത്. ഹലോ തൻസീർ ഭായ്, സുഖാണോ? സ്വന്തം എന്താ പുതിയ വിശേഷം? കല്യാണം ഓർമ്മയില്ലേ? പിന്നെ വേണ്ടേ, ഞങ്ങൾ നാളെ ഇവിടുന്ന് കയറും. ഞങ്ങൾ ഇവിടുന്ന് നാളെ കയറുന്നു. എന്താ നിങ്ങൾ ഇന്ന് കിണറ്റില്ല? നാളെ കയറാം. തൻസീർ ഭായ് ടെൻഷൻ അടിക്കണ്ട, കല്യാണം കഴിഞ്ഞ വരെ ഞങ്ങൾ ഗേറ്റിൽ ഉണ്ടാവും. ഗേറ്റിന് മുന്നിൽ നിർത്താൻ പറ്റിയ 2 സാധനങ്ങൾ മുന്നിൽ. ഞാൻ വിളിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടൊരു അടിപൊളി സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റിയ ആളാ. ദുനിയാവിലൊരു സീരിയസ് ഇല്ലാത്തൊരു ചങ്ങായി അത്. ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാക്കാരം? അടിക്കണ്ട, കല്യാണം കഴിഞ്ഞ വരെ ഞങ്ങൾ ഗേറ്റിൽ ഉണ്ടാവും. ഗേറ്റിന്റെ മുന്നിൽ തന്നെ നിന്നോ. അവിടെ 2 പട്ടികളുടെ അമ്മയുണ്ട്. എന്താപ്പാ നൃത്തം? കൊല പൗപ്പിക്കാൻ ചാക്ക് കെട്ടിയച്ച മാറ്റി അതാ 2 നിൽക്കുന്നു. വാണി വിശ്വനാഥ ആകാൻ നോക്കിയതാ, പക്ഷെ ഇത് വാണ വിശ്വനാഥായി. ഇനി എന്റെ കണ്ണൂരിൽ നിന്നെ കണ്ട എടാ മോനെ, ഇനിയെങ്കിലും എടാ മോനെ നന്നായിക്കൂടെന്ന് ആരാ പറയണേ? പള്ളി കമ്മിറ്റി. ചരക്കാതെ ഇജ്ജൊന്ന് നന്നാകും. നാട്ടില് മുഴുവൻ എന്നോട് പറയണ്ടല്ലോ. എന്നിട്ട് ഇജ്ജ് ഈ കൊലല്ലേ ഞങ്ങളുടെ പിന്നാലെ നടക്കല്ലേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര താടില്ലൊരു പോലീസുകാരനെ കാണുന്നത്. ഓനാണെങ്കി എപ്പോഴും എന്തെങ്കിലും എനിക്ക് കടിച്ചാൻ വേണം തോന്നുന്നു. ഇപ്പൊ ചിക്കൻ കാലൊക്കെ കേസിലിട്ട് കൊടുക്ക ഒരു SI. സംഭവം ബാലാമണി ആകാൻ നോക്കിയതാ, പക്ഷെ കാണുന്നവർക്ക് അറിയാതെ ചുക്കാമണിയാണ്. മനുവേട്ടൻ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിന്ന്. ഏത് തങ്കത്തിന്റെ മോനോ? ആ, അമേരിക്കക്ക് പോവാ. ആ, ഗുരുവായൂർ വഴിയാവുമ്പോ അമേരിക്കക്ക് എളുപ്പാ. ഓ അതല്ല, പ്രസവിച്ച് പെൺകുട്ടിയാണ്. ഞങ്ങളൊക്കെ ഇതിന് പറ തൂറിയിട്ട് വരിക. ഈ പ്രസവിച്ച ഇതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അനക്കിപ്പോഴും പ്രസവം ഏതാ തൂറലേതാന്ന് അറിയില്ല. ആ ഇജ്ജ പെണ്ണാകാൻ നടക്കണേ. ചില ആൾക്കാർ പറയും ചെയ്യണ്ട, അല്ലാത്ത ജാതി ചെയ്യണ്ട, ബ്രസ്റ്റ് വേണമെങ്കിൽ വെച്ചോ. ചില ആൾക്കാര് പറയും ചെയ്യണ്ട, ചില ആൾക്കാര് പറയും ചെയ്തോളാം. ഇത് ആൾക്കാരെ കാണിച്ചാൻ വേണ്ടിട്ടാ. എന്നിട്ട് എന്താ ഇത് അയച്ചിട്ട് കിടക്കി ഇത് ചെയ്തിക്കണ പറയാ.
ആ കറക്റ്റ് പെൺകുട്ടികളുടെ ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിട്ടാണോ ഈ തൂറി മേടിക്കുന്നത്? പെൺകുട്ടികളെ ആ ഒരു ക്യൂട്ട്നെസ്സും ഒരു ഇതും വരത്തുള്ളൂ. ബോഡിയിൽ മൊത്തം ഒരു സംശയവും തോന്നൂല. എന്താ പാര് മഞ്ച കറക്റ്റ് ലുക്ക. എന്റെ ആദ്യത്തെ കെട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവൂലേ, അപ്പോൾ ഇരുന്ന് ചിരിക്കുക കാരം. പൊന്നാര ആശയെ ചൈന പ്രോഡക്റ്റിക്ക് ഒരിക്കലും ആപ്പിളിൻ്റെത് അടിയാൻ നിൽക്കരുത്. എന്താ പോന്റെ കോല. പക്ഷെ ഞാൻ പറയണേ എടുത്തോ പണ്ടാരോ, ഇതൊരു ഫോണാണ് അല്ലേ? ഇത് വെറും ഡെമ്മിയാണ്. ഇതിന്റെ ഒറിജിനൽ കിട്ടാണ്ട് ഈ ഡെമ്മി വാങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്പ്ലേ, ബാറ്ററി ഇതൊക്കെ മറ്റുള്ള ഒറിജിനൽ സാധനത്തിൽ നിന്ന് എടുത്തിടണം എന്ന് പറഞ്ഞാൽ നടക്കൂ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡെമ്മിയുടെ കഥകളിൽ എന്തിനാ ഉള്ള നല്ല പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യാതെ ഇതുപോലത്തെ ഡെമ്മി വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് സ്പെയർ പാർട്സ് കയറ്റാൻ നോക്കരുത്. മനസ്സിലായോ? ഡെമ്മി എന്നും ഡെമ്മിയാണ്. ആ ചെങ്ങായിനൊരു തോർത്തുമുണ്ട് എടുത്തെടുത്ത് പണിക്ക് പറഞ്ഞേക്കാൻ നോക്ക്, കുടുംബം നോക്കട്ടെ എന്ന്. അതുകൊണ്ട് ഇവിടെ ചെങ്ങായി ആശി എന്നോടായി പറയുന്നത്, ഈ ഡ്യൂപ്ലിക്കേറ്റിന്മെന്ന് ഒഴിവായിട്ട് ഒറിജിനൽ കിട്ടുമോ നോക്ക്. ചേരും കോലല്ലേ കാണാം. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല. ആ പറഞ്ഞത് ശരിയാ, പറ്റൂല. കൂട്ടിക്കൊടുക്കാൻ പറ്റും സക്കീർ ഭായിക്ക്? ഇല്ല, കുറച്ചെടുക്കാൻ പറ്റും. വേണേ ഞാൻ കുറച്ചുതരാം. എവിടെ കത്തിരി ഇടുവാ, ഉള്ളത് കുറച്ചുതരാം. കേരളത്തിൽ ഇപ്പൊ തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് ഉണ്ടെങ്കിൽ തെങ്ങും തോപ്പ. ഓക്കിനും വേണോ ഈ 2 തേങ്ങ നേരം പോലത്തെ. ഇതിനൊക്കെ പാടെ തേങ്ങയും കൂടിയും വേണ്ടേ? ഇതൊക്കെ വെച്ചാ ഒക്കെ ആയി എന്നല്ലേ വിചാരം. ഈ ഗീറുള്ള വണ്ടിയും ഗീറില്ലാത്ത വണ്ടിയും കണ്ടറിയുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങള്. കേരളത്തിന്റെ ഒരു ഭാഗത്ത് കൂടെ കൊലപാതകങ്ങൾ നടക്കുക, മറുഭാഗത്ത് കൂടെ ദബ്ബല് കൊലയും കൊണ്ടും നടക്കുക. കണ്ടാന്നും പറഞ്ഞു. അസ്സലാമലൈക്കും, ജാസിയാണ്. അപ്പോ കണ്ടത് ഇന്നലെ ദേവി, ഇന്ന് ബീവി, നാളെ മൂദേവി.